ചാടാനല്ലേ? ഇവിടുന്ന് ലെഫ്റ്റ് അല്ലേ പറയുന്നത്? ഈ വഴി കാണിച്ചായിരുന്നു ഓട്ടെ. അപ്പോൾ നമ്മൾ ശവകുടീരങ്ങൾ തേടിയുള്ള യാത്രയിലാണ്. ഗൂഗിൾ മാപ്പിൽ ഏകദേശം ലൊക്കേഷൻ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് നിരനിരയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പഞ്ചാബിലെ പാടങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ ഇടത്ത് സൈഡിൽ നമുക്ക് ഇവിടെ ഒരു കുടീരം കാണാം. അതുപോലെ തന്നെ അവിടെ രണ്ടെണ്ണം വലിയ 2 ശവകുടീരങ്ങളുമുണ്ട്. കറക്റ്റ് വണ്ടിയുടെ രീതിക്കുള്ള റോഡേ ഉള്ളൂ. നമുക്ക് ഇങ്ങോട്ട് പോകാനുള്ളൊരു വഴിയുണ്ട്. ഇവിടെ 2 ഉണ്ട്. ഇവിടെ 2 കുടീരമുണ്ട്. അപ്പോൾ അതൊന്ന് ഇവിടെ ഒന്ന് ചവിട്ടിക്കുക. ഇവിടെ നിന്നുണ്ട് അങ്ങോട്ട് പോകുന്ന വഴി വണ്ടി ഇങ്ങനെ അങ്ങോട്ട് റോഡ് അങ്ങോട്ട് ഉണ്ടോ? എന്നാൽ പോട്ടെ. മാക്സിമം അടുത്തിരുന്നിടത്ത് നടന്നു പോകും. വണ്ടി അങ്ങനെ കയറുന്നത് ഇങ്ങനെ റോഡ് കയറി ചെയ്ത് പോയിട്ട് അവിടെ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറാനുള്ള സംവിധാനം കാണിക്കുന്നു. എല്ലാ സ്ഥലത്തും പോകാനായിട്ടേ അവിടെ നിന്ന് നടന്നു പോകുന്ന സ്പോട്ട് കാണിക്കുന്നുണ്ട്. ഇത് നടന്നു പോകണം തോന്നി ഇതിനകത്തേക്ക് കയറാൻ. ഇവിടെ സ്പോട്ടുണ്ട് നടക്കാം. വണ്ടി ഇതല്ലേ? ഇതാണ് വഴി. ചെറിയ തൊണ്ട. നമ്മുടെ ഈ പാടങ്ങൾക്കിടയിൽ പഞ്ചാബിലെ വയലുകളാണ്. ഈ വയലുകൾക്കിടയിലുള്ള ശവകുടീരങ്ങളാണ്. ഇത് നമുക്കിവിടെ 2 ശവകുടീരങ്ങൾ കാണാം. അതുപോലെ തന്നെ അവിടെ വലിയ 2 കൂടെ ഉണ്ട് ആ ഭാഗത്തായിട്ട്. അങ്ങോട്ട് പോകുന്ന വഴി അറിയത്തില്ല. അതൊക്കെ നമുക്ക് തപ്പിയെടുക്കാം. വിഷയമുള്ളതല്ലേ, എത്ര അടുത്തെത്തിയില്ലേ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇതെല്ലാം മുഗൾ സാമ്രാജ്യത്തിൻ്റെ കാലത്തുള്ള ശവകുടീരങ്ങളാണ്. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റുമോയെന്ന് സംശയമാണ്. എങ്കിലും കുടീരങ്ങൾ കാണാം. അവിടെ നിന്നൊന്നും എഴുതിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആരുടെയാണെന്നോ എന്താണെന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ല. ഒന്ന് ശ്രമിച്ച് നോക്കട്ടെ. നമ്മളെ കാണുന്നത് കോളിഫ്ലവറിൻ്റെ തോട്ടങ്ങളാണ്. അതിൻ്റെ കൃഷിയാണ്. കോളിഫ്ലവറുണ്ട്, ഇടയ്ക്ക് ചെറിയ മറ്റേ കാന്താരിയുടെ കൃഷിയുണ്ട്. അതാണ് ഇത്രയും നീണ്ടു നിവർന്ന് കിടക്കുന്നത്. ഇവിടെ ആരെങ്കിലും കൃഷിക്കാരെങ്കിലും കാണുമായിരുന്നു ചോദിക്കാമായിരുന്നു. ആരെയും കാണുന്നില്ല. ഇതെല്ലാം നമ്മൾ മുമ്പേ കണ്ട ആ സിർഹിന്ദ് കട്ടകൾ കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന അങ്ങനത്തെ കട്ടകൾ വെച്ചിട്ട് അതിനകത്ത് സുർക്കി മിശ്രിതം പോലെയുള്ള മിശ്രിതങ്ങൾ കുഴച്ച് ചേർത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ശവകുടീരങ്ങൾ ഇവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. 1, 2, 3 വരെ അടക്കം ചെയ്തിരിക്കുന്നു ഇവിടെ. ഇതിൻ്റെ ആ മറച്ചിരിക്കുന്ന മുകൾ ഭാഗമെല്ലാം തകർന്നു പോയിട്ടുണ്ട്. ഇവിടെ ഒരു അടക്കം ചെയ്ത ഭാഗമുണ്ട്. നമുക്കിത് കാണാം. ഇതെല്ലാം നല്ല ടൈൽസൊക്കെ ഇട്ട് സെറ്റായിട്ട്, ആ ടൈൽസല്ല മറ്റേ കട്ടകൾ തന്നെയാണ് കേട്ടോ. ആ കട്ടകളൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ശവകുടീരമുണ്ട്, ഇവിടെയും ഉണ്ട്. പക്ഷേ ഈ
ഈ ശവകുടീരൊന്നും ആരുടെയാണെന്നൊന്നും ഇവിടെ വ്യക്തമായിട്ടൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ഇപ്പോൾ ഗൂഗിളിലാണെങ്കിൽ പോലും നോക്കിയിട്ട് കിട്ടുന്നില്ല. അൺനോൺ ടോംബെന്ന് മാത്രമേ അറിയാൻ പറ്റുന്നുള്ളൂ. ആരുടെയാണ് എന്താണെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. എങ്കിലും മുഗൾ സാമ്രാജ്യ സമയത്തെ അവരുടെ കുടുംബത്തിലുള്ള രാജാക്കന്മാരുടെ ആരുടെയെങ്കിലൊക്കെ ആയിരിക്കും. അത്രയും പഴക്കമുള്ളതാണ്. വേറൊരു പ്രത്യേകത, നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെയുള്ള എല്ലാ ശവകുടീരങ്ങളും ഏകദേശം ഒരു ഡയറക്ഷനിൽ കാണാൻ പറ്റും. ഇപ്പം നമുക്ക് ഇവിടുന്ന് തന്നെ അങ്ങ് അകലെ കാണാൻ പറ്റും. ഇതാ ഇവിടെ ഒരെണ്ണമുണ്ട്. ഇതെല്ലാം അവരുടെ ഡയറക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് നിർമ്മിച്ചതല്ലേ, അവരുടേതായൊരു ഇതില്ല. അന്ന് ഇതെല്ലാം ഒറ്റ കൺട്രോളുള്ള സ്ഥലങ്ങളല്ലേ. നമുക്കിതൊറ്റ സ്ട്രെച്ചിൽ എങ്ങനെ കാണുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ നമുക്കൊരു ശവകുടീരം അകലെയുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നമ്മൾ നേരെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇതിലേക്ക് വരുന്നു. ഇവിടെ നിന്ന് നമുക്ക് ഇതിനകത്തേക്ക് പോകാം. അതിനകത്ത് നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് അപ്പുറമുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വിൻഡോയ്ക്കകത്തൂടെ അപ്പുറമുള്ള ശവകുടീരം ഡയറക്റ്റ് കാണാൻ സാധിക്കും. ഇവിടെ വരുമ്പോൾ നമുക്ക് രണ്ട് ശവകുടീരം, വെളിയിലേക്ക് വരുമ്പോൾ രണ്ട് ശവകുടീരം കാണാം. ഒന്ന് ഇവിടെ ഉണ്ട്, ഒന്ന് അതിൻ്റെ ഇപ്പുറയിലായിട്ടും ഉണ്ട്. ചുറ്റും പാടങ്ങളാണ്, പഞ്ചാബിലെ പാടങ്ങളാണ് ഫുള്ള്. ഈ നിർമ്മിച്ചിരിക്കുന്ന കല്ലുകൾ നമ്മൾ പറഞ്ഞല്ലോ, ആ കട്ടകൾ കൂടെ ഇതിൻ്റെ കുഴച്ചിരിക്കുന്ന സാധനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ കളർ, ഇതിനിടയ്ക്ക് വേറെ കല്ലുകളും വരുന്നുണ്ട്. ഇതിൻ്റെ താഴേക്കുള്ള കല്ലുകൾ കണ്ടില്ലേ, ഇതൊക്കെ നല്ല സ്ട്രോങ് കല്ലുകളാണ്. അതാണ് ഇത്രയും വർഷമേ ഈ സാധനം പിടിച്ച് നിന്നെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് സ്ട്രോങ് ആണ് സാധനം. പിന്നെ ആരെങ്കിലുമൊക്കെ നശിപ്പിച്ചത് കാണും, പിന്നെ കാലാവസ്ഥ ഇതെല്ലാം ഉണ്ടല്ലോ, പിന്നെ നോക്കാതിരിക്കുക, അങ്ങനെയൊക്കെ അതാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യം കണ്ടിടത്തു നിന്ന് ഇറങ്ങി, അവിടെ നിന്നും അടുത്ത തൊട്ട് പുറകിൽ തന്നെ ഒരു ശവകുടീരം കൂടെ ഉണ്ട്. അപ്പം അങ്ങോട്ട് പോകാനായിട്ട് നോക്കുവാണ്, വഴിയായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ ഉള്ളത് ഈ കണ്ടത്തിൻ്റെ നടുക്കൂടുള്ള നടപ്പാത മാത്രമാണ്. ആ ഒരു ഊഹം വെച്ച് അങ്ങ് പോവുക. ഈ ഊഹം വെച്ചിട്ട് ഡയറക്റ്റ് അവിടെ ആയിരിക്കണം, അതാണ് അതിൻ്റെ രീതി. നമുക്കവിടെ കാണാം, പക്ഷെ ഇവിടെ അങ്ങോട്ട് പോകുന്നത് എങ്ങനെയാണെന്നുള്ള ആ വഴിയാന്ന് തോന്നുന്നു. ഇവിടെ കൃഷി കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇവിടെ ആളുകളൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, കൃഷിക്കാർ. നമുക്കത് ഇതുവഴി നേരെ ചെന്ന് അങ്ങോട്ട് പോവാം. നമ്മളിപ്പോൾ ഇതുവഴിയാണ് കയറുന്നത്. കയറാനായിട്ടൊന്നും ശരിക്കും വഴികളില്ല, ഇതുവഴി നേരെ കയറുന്നു. സെയിം നിർമ്മാണ രീതിയൊക്കെ തന്നെയാണ് ഇതിനകത്തേക്ക് കയറാനുള്ള വഴി. ഇത് കയറുമ്പോൾ എന്താ മുമ്പേ കണ്ടതിനേക്കാളും നല്ല പൊക്കത്തിലുള്ള ശവകുടീരങ്ങളാണ്. ഇത് നല്ല പൊക്കമുണ്ട്, ഒരു 5 അടി പൊക്കത്തിലാണ്. അത് ആരുടെയൊന്ന് പേരൊന്നും എഴുതി വെക്കാനുള്ളത്. രണ്ട് കുടീരങ്ങളുണ്ട് ഇവിടെ. ഇതിൻ്റെ മുകൾ ഭാഗം ഓപ്പണാണ്. ഇതിങ്ങനെ ഓപ്പണായിട്ട് നിർമ്മിച്ചതാണോ എന്നൊരു സംശയമുണ്ട്. അതിൻ്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളും കണ്ടിട്ട് കറക്റ്റ് വട്ടത്തിലാണ്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഇതിൻ്റെ ചുറ്റും നോക്കിയാൽ ഒരു പേര് കാണാനായിട്ടൊരു സംവിധാനമില്ല കേട്ടോ. ഇവിടെ എന്തോ ഉണ്ട്, പക്ഷെ അവിടെ പേരില്ല. ഇവിടെയും പേരില്ല. വരുന്നത്, പക്ഷെ പേരില്ല. നമ്മളിവിടേക്ക് ഇറങ്ങി. ചുറ്റും പാടങ്ങളാണ്. ഇവിടെ നെൽപ്പാടങ്ങളുണ്ട്, ഇവിടെ കാബേജ് തോട്ടം. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കൃഷിക്കാരെയും കാണുന്നുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാലും ഞാൻ മുമ്പേ പറഞ്ഞാൽ നമുക്ക് ആ ബാക്കിയുള്ള കുടീരങ്ങളൊക്കെ കാണാൻ പറ്റും.
ഇത് നമ്മൾ മുമ്പേ പോയി കണ്ട കുടീരമാണ്. അതായത് ഇനി നമ്മൾ നോക്കി ഉദ്ദേശിക്കുന്നത് പോകാനായിട്ട് അങ്ങോട്ടുള്ള വഴി തപ്പണേനി ഒക്കെ കാണാം. അപ്പോൾ ഈ 2 കുടീരങ്ങളും നമ്മൾ കണ്ടു. എന്നിട്ട് നമ്മൾ അടുത്ത മുമ്മി കാണുന്നുണ്ടല്ലോ, അത് തപ്പി പോകാനുള്ള ശ്രമത്തിലാണ്. റോഡൊന്നും കറക്റ്റൊന്നുമല്ല, തപ്പിയെടുക്കണം, അതിനകത്തല്ല എത്രല്. അപ്പം അങ്ങനെ ഞങ്ങൾ പോവാം. അത് നെൽപ്പാടങ്ങൾ, പഞ്ചാബിലെ പാടങ്ങൾക്കിടയിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡങ്ക് 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 ഡങ്ക്. അപ്പോൾ അവിടെ കാണുന്നുണ്ടല്ലോ, അതാണ് നമ്മുടെ ഉന്നം, അതാണ് ലക്ഷ്യം.